നീ ആരുടെ കണ്ണ് നനയണം എന്നാണോ ആഗ്രഹിച്ചത് അവരുടെ മുഖത്ത് ഞാൻ പുഞ്ചിരി വിരിയിച്ച് കാണിച്ചു തരും. പൂ വിരിയിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ലത്. ജയരാമനാണ് ആ വാക്ക് പറഞ്ഞതെങ്കിൽ അത് പാലിക്കാനും ഈ ജയരാമനെ അറിയാം. കാണാം. ഓ കാണാം. എന്നത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും സാർ? അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഈ കേസിൽ മാനേജ്മെന്റിന്റെ ഒരു സ്പെഷ്യൽ പെർമിഷൻ വരാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഇത് നടക്കോ ഇല്ലയെന്നൊക്കെ പറയാൻ പറ്റൂ. എന്നുവെച്ചാ കിട്ടാൻ സാധ്യത ഇല്ലെന്നാണ് സാറ് പറഞ്ഞു വരുന്നത്? അതെ, കിട്ടാൻ സാധ്യത കുറവാ. സാർ ഒരു മിനിറ്റ്. ചിന്നു, അല്ലെങ്കിലും ഭാഗ്യമില്ലാത്തവള ഞാൻ. എല്ലാം എന്റെ അടുത്ത് വന്നിട്ട് തട്ടിപ്പോവും. എടോ, ഈ അഡ്മിഷൻ നടക്കും, ഇല്ലെങ്കിൽ നമുക്ക് ശരിയാക്കാം. താനൊന്ന് കരയാതിരിക്കേ. നമുക്ക് പോവാം. പഠിക്കാൻ വീതിയില്ലെന്ന് കരുതിക്കോളാം ഞാൻ. താനിവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. സാർ, മാനേജ്മെന്റിന്റെ സ്പെഷ്യൽ പെർമിഷൻ ഒന്നും വേണ്ടെന്ന് എനിക്കറിയാം. യഥാർത്ഥ കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. മഹി, യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം നടത്തേണ്ട അഡ്മിഷന് മാനേജ്മെന്റിന് എന്താണ് അധികാരം എന്നാണ് എന്റെ ചോദ്യം. ഇത്തരം ചോദ്യങ്ങളും വികാര പ്രകടനങ്ങളും എന്നോടല്ല നടത്താനുള്ളത്. എനിക്കിവിടെ വേറെ പണിയുണ്ട്. മഹി, പോവാൻ നോക്ക്. എനിക്കറിയാം സാർ ആരെയാ ഭയക്കുന്നതെന്ന്. എനിക്കെല്ലാം മനസ്സിലായി. വേണം, നന്നായി. അങ്ങനെ കണ്ണ് നനഞ്ഞവളും മടങ്ങണം. കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ എന്നവള് അറിയണം. പുസ്തകത്തിൽ അച്ചടിച്ചു വെച്ചത് മാത്രം പഠിച്ചാ പോരല്ലോ. അതിമോഹം ആപത്താണെന്നും അവള് പഠിക്കട്ടെ. എച്ചിൽ പാത്രം കഴുകുന്നവള് ഇന്ത്യൻ പീനൽ കോഡ് അറിയേണ്ട കാര്യമില്ലല്ലോ. പൂങ്കണ്ണീരൊഴുക്കാൻ അല്ലെങ്കിലും അവള് വലിയ മിടുക്കിയ. അവള് കരഞ്ഞ് ചങ്കു പൊടിഞ്ഞ് അവിടുന്ന് മടങ്ങണം. ആ ശരി, ഞാൻ വിളിക്കാം. ആരുടെ ചങ്ക് പിടിക്കുന്ന കാര്യമോ നീ പറയുന്നത്? ഒരാളെ സന്തോഷിപ്പിക്കാനായില്ലെങ്കിലും നമ്മൾ കാരണം ആരുടെയും കണ്ണീര് വീഴരുത്. അവനവൻ അർഹിക്കുന്നതേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അർഹിക്കാത്തത് ആഗ്രഹിച്ചാൽ കണ്ണീര് തന്നെയാ ഫലം. അർഹത, ആ വാക്ക് പറയാനുള്ള യോഗ്യതയുണ്ടോന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. നീ ആരുടെ കണ്ണ് നനയണം എന്നാണോ ആഗ്രഹിച്ചത് അവരുടെ മുഖത്ത് ഞാൻ പുഞ്ചിരി വിരിയിച്ച് കാണിച്ചു തരും. പൂ വിരിയിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ലത്. ജയരാമനാണ് ആ വാക്ക് പറഞ്ഞതെങ്കിൽ അത് പാലിക്കാനും ഈ ജയരാമനെ അറിയാം. കാണാം. ഓ കാണാം. എന്താണോ ഇത്? താൻ ഇത്രയുള്ളോ? ഒന്നും മോഹിക്കരുതെന്ന് ഇപ്പോഴും എന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാ. പക്ഷെ
എടോ, താൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തനിക്ക് നേടി തന്നിരിക്കും. എടോ, തന്റെ ഭഗവാൻ തന്നെ കൈവിടില്ലടോ. ഭഗവാൻ കൂടിയുള്ളപ്പോഴാണോ താൻ വെറുതെ സങ്കടപ്പെടുന്നത്? എന്നെ പോലുള്ള പാവങ്ങളെ ഭഗവാനും വേണ്ട. അത് താൻ പറഞ്ഞാൽ മതിയോ? എടോ, തന്നെ പോലൊരു പെണ്ണിന്റെ കണ്ണുനീര് കാണാതെ പോകാൻ ഏതെങ്കിലും ഭഗവാന് പറ്റുമോ? താനൊരു നിമിഷം ഒന്ന് കണ്ണടിച്ച്. കണ്ണടിക്ക്. ഒരു ഓടക്കുഴൽ നാദം കേൾക്കുന്നില്ലേ? അങ്ങ് ഗുരുവായൂരിരിക്കുന്ന ആള് തന്റെ സങ്കടം കണ്ടിട്ടുണ്ടെന്ന് അതിന്റെ അർത്ഥം. ആ സത്യം. കള്ളൻ. അതെ, ഞാനൊരു കള്ളനാ. അനുവാദം ചോദിക്കാതെ ഒരു പെണ്ണിന്റെ മനസ്സ് കെട്ട കള്ളൻ. അതാരാ? അതൊക്കെ വഴിയെ പറയാം. താൻ വാ. നീ എന്തോ ടെൻഷനിലാണല്ലോ, എന്തു പറ്റി? അത് അച്ഛാ വേറൊന്നുമല്ല. ചിന്നുവിന്റെ അഡ്മിഷന്റെ കാര്യത്തില് ആരോ ഇടയ്ക്ക് കയറി കെണി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് കയറി കെണി വെച്ചെന്നോ? നീ എന്തൊക്കെയായി പറയുന്നേ? അതെ അച്ഛാ, ഇത്രയും നാളുള്ള പെരുമാറ്റം ആയിരുന്നില്ല ഇന്ന് പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ചിന്നുവിന് ഒരു കാരണവശാലും അഡ്മിഷൻ കൊടുക്കരുതെന്ന് അയാൾ ആരോ വിലക്കിയ പോലെ. സംസാരത്തിനിടയിൽ അത് ചെറുതായിട്ട് സൂചിപ്പിക്കുകയും ചെയ്തു. എടാ, ആരെങ്കിലും ഒരാൾ തടസ്സപ്പെടുത്തിയെന്ന് വെച്ച് ചിന്നുവിന് അഡ്മിഷൻ കൊടുക്കാതിരിക്കാനുള്ള അധികാരമൊന്നും പ്രിൻസിപ്പലിനില്ല. അഡ്മിഷൻ എന്ന് പറയുന്നത് നിയമപരമായ ഒരു പ്രോസസ്സാണ്. അച്ഛാ, അത് എൻട്രൻസിന് അത്ര നല്ല മാർക്ക് കിട്ടാനൊന്നും വഴിയില്ല. എടാ, നീ ചിന്നുവിന്റെ +2ന്റെ മാർക്ക് ലിസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല അച്ഛാ, ജയിച്ചു എന്ന് പറഞ്ഞായിരുന്നു. എന്നാ ഞാൻ കണ്ടു. 600-ൽ 599 മാർക്കാ.